ജമീഷിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യമേ ഒരു മുഖവുരയായി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ മറ്റു പല സ്വകാര്യ ചാനലുകളിലും ചർച്ചയെല്ലാം നടക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്ന വിദ്യാർത്ഥി സംഘടനയിലെ പ്രവർത്തകരെ ഭീകരമായി സേനാപതി വേണുവിൻ്റെ വിദ്യാർത്ഥികൾ അവരുടെ അനുയായികളായിട്ടുള്ളവർ ഭീകരമായി ആക്രമിച്ചതും ആ വാർത്ത മൂടി വെച്ച് മറ്റ് പല വിധത്തിലുമുള്ളത് ആ ചർച്ചകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. ജമീഷ് ഈ ഒരു കാര്യത്തിൽ അത്തരത്തിൽ നമ്മൾ പ്രേക്ഷകർക്ക് അത്തരത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉള്ളത് ഈ വിഷയത്തിൽ അത് തീരാൻ ഈ ഒരു ചർച്ച കുറേ സഹായകമാകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇത് പറയാനുണ്ടായ കാരണം എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നവരടക്കമുള്ള 35 വിദ്യാർത്ഥികൾ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നതായിട്ടുള്ളൊരു ചരിത്രം സ്റ്റുഡൻറ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് ഉള്ളതുകൊണ്ട് അതിലെ പ്രവർത്തകരെ ക്രൂരമായി വേട്ടയാടുമ്പോൾ പല മാധ്യമങ്ങളും അതിനെ കാണുന്നതും അതിനെ വക്രീകരിക്കുന്നതും എങ്ങനെ എന്നുള്ളത് ഞാനത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഈ ചർച്ച നടത്തുന്ന വേളയിൽ ഇന്ത്യൻ യൂണിയനിലൊരു സംസ്ഥാനമാണല്ലോ കേരളവും. ഇന്ത്യയിൽ അധികാരത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ്റുകളിൽ സിംഹഭാഗവും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകളായിരുന്നു, പിന്നീട് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകളായിരുന്നു. ഏറ്റവും ഒടുവിലത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കണക്കുകളനുസരിച്ച് ഇന്ത്യയിൽ ഏതാണ്ട് 600ഓളം, അപ്പോൾ അത് 600-നപ്പുറമായി കടന്നിട്ടുണ്ടാവണം, 600ഓളം ബ്രിവറീസും ഡിസ്റ്റിലറികളുമാണ് സജീവമായി പ്രവർത്തിക്കുന്നത്. പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യ ഗവൺമെൻറ്റിന് ലൈസൻസ് വാങ്ങിയതിന് ശേഷവും അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിയാത്തതും പ്രവർത്തനം ഭാഗികമായി നിലച്ചതുമായിട്ടുള്ള മറ്റുണ്ട്. അതല്ലാതെ ഞാൻ പറയുന്നു, ഇത് നമ്മൾ ഈ ബ്രിവറിയും ഡിസ്റ്റിലറിയും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതിൽ ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ ഇതിനെ സംബന്ധിച്ചുള്ള വിദഗ്ധരൊന്നും അങ്ങനെ ഉള്ളവർ ഇല്ല എങ്കിലും പറഞ്ഞോട്ടെ. ബ്രിവറി എന്നുള്ളത് അത് ആൽക്കഹോൾ കണ്ടൻറ്റ് കുറഞ്ഞതും ഞാൻ മനസ്സിലാക്കുന്നത് സാങ്കേതികമായ അർത്ഥം, ഡിസ്റ്റിലറി അത് ആൽക്കഹോൾ കണ്ടൻറ്റ് കൂടിയതുമായിട്ടുള്ള അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് കേട്ടപാടെ എന്താണെന്ന് ചോദിച്ചാൽ ഈ കാള പെറ്റു എന്ന് കേട്ടാൽ കയറെടുക്കുകയും കിണ്ടിയെടുക്കുകയും എണ്ണ അന്വേഷിക്കുകയും തോർത്തന്വേഷിക്കുകയും മാത്രമല്ല അപ്പോൾ തന്നെ ഒരു തൊഴുത്തുകൂടി കെട്ടണമെന്നുള്ള നിർബന്ധത്തിൽ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ ഞാൻ അവരോട് തർക്കിക്കാനില്ല. മനുഷ്യൻ്റെ ഉപഭോഗത്തിന് മാത്രമല്ല ഈ സ്പിരിറ്റ് നമ്മൾ ഈ പറയുന്നതായിട്ടുള്ള എത്തനോൾ ഇത്തരം കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഈഥൈൽ ആൽക്കഹോൾ എന്നൊക്കെ പറയുന്ന ഇത്തരം കാര്യത്തിൽ അത് ഇൻഡസ്ട്രിയൽ പർപ്പസിനും മെഡിക്കൽ പർപ്പസിനും എല്ലാം ഉപയോഗിക്കലും ഇന്ന് നമ്മുടെ പെട്രോളിയം കമ്പനികൾക്കടക്കം ഇത് കൂടിയേ കഴിയൂ എന്നുള്ളത് മാത്രമല്ല, അതിൽ ചേർക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തു ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ച് കിട്ടുന്നതിന് 5% GST കൂടിയുണ്ട് എന്ന കാര്യവും മറന്നു പോകരുത്. അതായത് അതും സംസ്ഥാനത്തിന് അത് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് വരേണ്ടതായിട്ടുള്ള വിഹിതമാണ്. ഇനി നമ്മളിപ്പോൾ ജീവിക്കുന്നതായിട്ടുള്ള ഒരു കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിൽ ഒരു പുതിയ മദ്യനയം അത്തരത്തിൽ 2022-23 മദ്യനയത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യം അത് ഓൺ റെക്കോർഡ് ഇവിടെ തന്നെ ഉണ്ട്. എന്തായിരുന്നു അതിൽ പറയണത്? ആ മദ്യനയത്തിലെ ഖണ്ഡിക 22 ഇങ്ങനെ പറയുന്നു, കോട്ട്, നിലവിലുള്ള നിയമമനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് ബ്രിവറി ലൈസൻസ് അനുവദിക്കും, അൺകോട്ട്. ലൈസൻസ് അനുവദിക്കുന്നതിൽ ടെൻഡർ നടപടികളൊന്നുമില്ല. UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തും അങ്ങനെ ടെൻഡർ വിളിച്ചുകൊണ്ടല്ല, നമ്മളങ്ങനെ കൊട്ടേഷൻ കൊടുത്തുകൊണ്ടല്ല ഈ കാര്യങ്ങൾ വരുന്നത്. അതൊരു വ്യവസായ സംരംഭം എന്നുള്ള നിലയിലാണ് അതിനെ കാണേണ്ടത്. ഇക്കാര്യത്തിൽ ഇവിടെ കേരളത്തിൽ നിലവിൽ 10 ഡിസ്റ്റിലറിയും 8 ബ്ലെൻഡിങ് യൂണിറ്റുകളും 2 ബ്രിവറികളും പ്രവർത്തിക്കുന്നുണ്ട്. 10-ൽ 7 ഡിസ്റ്റിലറികൾക്കും അത് ആരംഭിച്ചത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകളുടെ കാലത്താണ്. ബ്രിവറി 2 ആരംഭിച്ചത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് കാലത്താണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചില കാര്യങ്ങൾ പറയുകയുണ്ട്. അതെല്ലാം തന്നെ കാറ്റുപോയ ബലൂണിനേക്കാൾ കഷ്ടത്തിലായി നിയമസഭയിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച്. പുറത്തും ഇവർ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത് ഞാനൊന്ന് ചോദിക്കട്ടെ. ഈ കേരളത്തിലേക്ക് സ്പിരിറ്റ് വരുന്നുണ്ട് ഇല്ലേ, പക്ഷേ വിഷമദ്യ ദുരന്തം ഉണ്ടാകുന്നില്ല. മദ്യനിരോധനം നടപ്പാക്കി എന്ന് അവകാശപ്പെടുന്ന ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഓരോ ആഴ്ചയിലും അങ്ങനെ വിഷമദ്യ ദുരന്തങ്ങളുടേതായിട്ടുള്ള വേദനിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഞാൻ ആ സംസ്ഥാനങ്ങളുടെ പേരൊന്നും പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കുന്നില്ല, പ്രത്യേകിച്ചൊന്നും തോന്നേണ്ടതില്ല. ഇവിടെ ഈ കേരളത്തിൽ നമ്മളിപ്പോൾ ഒരു ബ്രിവറി ഇത്തരത്തിൽ അനുവദിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ളതിൻ്റേത് ഇത് വല്ലാതെ. ഇപ്പോൾ ഞാനതിൽ ജമീഷ് ചോദിച്ച ചോദ്യത്തിൽ എന്താണെന്ന് പറയുക, നെൽവയലുകളിൽ നെല്ലല്ലേ കൃഷി ചെയ്യേണ്ടത്? ഈ സ്റ്റുഡിയോ, ഞാനിവിടെ ഇരിക്കുന്ന സ്റ്റുഡിയോ, ജമീഷുമല്ല ഇരിക്കുന്ന ഇവിടെ ഉണ്ടല്ലോ, ഇത് ഒരു കാലത്ത് വലിയ വനമായിരുന്നു. മനുഷ്യൻ 4 പേര് പിടിച്ചാൽ പറ്റാത്തതായിട്ടുള്ള വലിയ തേക്ക് മാഞ്ഞലിയുമെല്ലാം നിന്നതായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇവിടെ ഇതെല്ലാം വെട്ടിമാറ്റി 1980കളിൽ ഈ സ്റ്റുഡിയോ ഇവിടെ സ്ഥാപിച്ചത്. വനനശീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റുമോ? തീരുന്നില്ല.
മഹാത്മാഗാന്ധിയെ പുറത്തിരുത്തി അപ്പുറത്തൊരു ഓലമടൽ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നൊരു അത്തരത്തിൽ ഒരു പന്തൽ കെട്ടി അപ്പുറത്തിരുത്തി ഞങ്ങളെല്ലാം ഈ ജാതിയിൽ വളരെ കൂടിയവരാണ്, അതുകൊണ്ട് കോളാമ്പിയും വെച്ച് കാലിൽ നീട്ടിയിരുന്ന വലിയ പ്രമാണിമാർ ഇണ്ടം തുരുത്തി മനയിലിരുന്നത് പിന്നീട് ഈ ചെത്തു തൊഴിലാളികളുടെ യൂണിയൻ അത് ആ മന വിലയ്ക്ക് വാങ്ങുകയും അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാക ഉയർത്തുകയും ചെയ്തപ്പോൾ ചില ആളുകൾ ചോദിക്കുകയുണ്ടായി, കള്ള് ചെത്തുകാർ ഇങ്ങനെ മന വിലയ്ക്ക് വാങ്ങിയത് അങ്ങനെ ആവാമോ, വലിയ തമ്പ്രാക്കന്മാർക്കുള്ളതല്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. കേരളം ഉണ്ടായ കാലത്തും കേരളത്തിന് ആവശ്യത്തിനുള്ള നെല്ലരി ഇവിടെ ഇല്ല. 1956-57 ഇല്ല. അന്നും ഇവിടെ ഈ നാഞ്ചിനാട് വിട്ടുപോയത് കൊണ്ടോ അങ്ങനെയൊന്നും സംഭവിച്ചൊന്നുമല്ല. ഇവിടെ നാഞ്ചിനാട് കേരളത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നാൽ പോലും നമുക്ക് ഈ കാര്യത്തിൽ പൂർണ്ണമായി നമുക്കില്ല. നമുക്ക് ഈ കാര്യത്തിൽ ഇന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് വലിയ ഭീഷണിയാണ് നേരിടുന്നത്. ഇപ്പോൾ ദൂരദർശനിലെ ഒരു ചർച്ചയിൽ വന്നിരുന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരിമിതി ഉണ്ടെങ്കിലും എനിക്ക് പരിമിതിയില്ല. എങ്ങനെ സാമ്പത്തികമായി പ്രതിപക്ഷ ഗവൺമെൻറ്റുകൾ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. GST വീതം ഇന്ത്യ ഗവൺമെൻറ്റാണ് വരുന്നത്. അത് വീതം വയ്ക്കുന്നതിൽ തന്നെ പക്ഷപാതിത്വമുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് അർഹമായത് ലഭിക്കുന്നില്ല. 2, ധനകമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ച് തന്നെ ഗ്രാൻഡിന് എയ്ഡ് ലഭിക്കേണ്ട അത് ലഭിക്കുന്നില്ല. 3, ഭരണഘടന അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാനുള്ള പരിധി അതിൽ വെട്ടിക്കുറയ്ക്കുന്നു. 4, ഇന്ത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ദേശീയപാത വികസനമോ അതുപോലെ മറ്റേതെങ്കിലും റെയിൽവേ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വന്നാൽ അതിൻ്റെ കടമെടുപ്പ് ആ കടമെടുപ്പിനെയും ഈ പരിധിയിലേക്ക് പെടുത്തും. ഇങ്ങനെയെല്ലാം ഉള്ള ഒരു സമയത്ത് ഇന്ത്യ ഗവൺമെൻറ് പറയുകയാണ്, നിങ്ങൾ സ്വന്തമായി നികുതി വർധനവ് വരുമാനത്തിൽ വരുമാന വർധനവ് കണ്ടെത്തിക്കൊള്ളുക എന്നുള്ളത്. 4000 കോടി രൂപയ്ക്കപ്പുറമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ കേരളത്തിലേക്ക് സ്പിരിറ്റ് അങ്ങനെ വരുമ്പോഴേക്ക് വ്യാവസായികവും അതുപോലെ ഈ പറയുന്ന ഉപഭോഗ ആവശ്യങ്ങൾക്കുമായി ഈ കേരളത്തിലെ വിവിധ ഡിസ്റ്റിലറികളുമായി ടൈപ്പിൽ അത്തരത്തിൽ എവിടെ നിന്നാണ് വരുന്നത് അതുകൂടി പറയുമ്പോൾ സേനാപതി ഈ കാര്യത്തെ സംബന്ധിച്ച് നേതാക്കളോടൊന്ന് സംസാരിക്കണം. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കാനായി കേരളത്തിലേക്ക് വരേണ്ടതായിട്ടുള്ള ആളുകളടക്കം കർണാടകത്തിലെ വലിയ മന്ത്രിമാരും അവിടുത്തെ ആ പാർട്ടിയുടെ തന്നെ നേതാക്കളും അടക്കം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രൂവറികളുടെ ഡിസ്റ്റിലറികളുടെ ഉടമകളാണ്. അവർ ശതകോടീശ്വരന്മാരാണ്. പിന്നെ അടുത്തത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ഈ മഹാരാഷ്ട്രയിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്, UP-യിൽ നിന്ന്, പഞ്ചാബിൽ നിന്ന്, പശ്ചിമ ബംഗാളിൽ നിന്ന്, ഉത്തരേന്ത്യയിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകുന്നത് അത് തടയുകയോ ആ നികുതി അത്തരത്തിൽ ഒഴുകിപ്പോകുന്നത് നമുക്ക് ആ വിധത്തിൽ ലഭ്യമാക്കുന്നതിനോ ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോ പാടില്ല എന്നുള്ള നിലയിലാണെങ്കിൽ ഞാൻ ഒറ്റ സെക്കൻഡ് നിർത്താം. ദേശീയപാത വികസനത്തിനെതിരായിട്ട് കുറേ ആളുകൾ പണ്ടൊക്കെ ഇറങ്ങി ഇവിടെ വലിയ ബഹളമെല്ലാം ഉണ്ടാക്കി അങ്ങനെ ഈ വയൽക്കിളികളെയും കൊണ്ട് നടന്നൊരു കാര്യമുണ്ട്. മറന്നു പോകരുത് വയൽക്കിളികളെയും കൊണ്ടുപോയതെല്ലാം സംബന്ധിച്ച്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട്. മൂക്കുമുറിച്ച് ശകുനം മുടക്കണം എന്നുള്ള നിലയിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് നുണപ്രചരണത്തിൻ്റെ കുത്തകാവകാശം ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല. ഈ മദ്യനയം സംബന്ധിച്ചുള്ളത് ഒരു ഓപ്പൺ ഡോക്യുമെൻ്റാണ്. 2, മന്ത്രിസഭയുടേതായിട്ടുള്ള തീരുമാനങ്ങൾ അതിൻ്റേതായിട്ടുള്ള ആ നോട്ട്സ് അടക്കമുള്ളത് വിജയാനന്ദ് ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് 1ാം LDF-ൻ്റെ കാലത്ത് അത് ഉത്തരവായി തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. അതൊന്നും പ്രതിപക്ഷ നേതാവ് എടുത്ത് പുറത്തേക്ക് കൊടുത്തതൊന്നുമല്ല. ആർക്കും അതെല്ലാം ഈ പബ്ലിക് ഡൊമൈനിലുള്ളത് ഓപ്പൺ ഡോക്യുമെൻറ്റുമായിട്ടുള്ളൊരു കാര്യമാണ്.